ഹലോ സ്റ്റുഡൻസ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ടീച്ചർ ഇന്ന് ജോഗ്രഫി തേർഡ് ലെസനാണ് എടുക്കുന്നത്. ഒന്ന് രണ്ട് കാര്യം അതിന് മുന്നേ പറയണം. അതായത് ഞാനൊരു ടെസ്റ്റ് പേപ്പർ നടത്തിയിരുന്നു. നിങ്ങൾ 3 കുട്ടികൾ മാത്രമാണ് എനിക്ക് അയച്ചു തന്നത്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് പഠിപ്പിച്ചത് മനസ്സിലാഞ്ഞിട്ടാണോ അതോ എന്തോ നിങ്ങൾ പഠിക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അതിനുള്ള റിപ്ലൈ എനിക്ക് കിട്ടിയേ തീരൂ. അതാണ് നിങ്ങൾ എന്താണ് എല്ലാവരുടെ കയ്യിലും എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. അതിൽ ഒന്നിൽ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റീസൺ എന്താണെന്നുള്ളത്, എഴുതാത്തതിന് റീസൺ എന്താണെന്നുള്ളത് എന്നെ അറിയിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇനി ടെസ്റ്റ് പേപ്പർ നടത്തത്തില്ല. ഓക്കെ, എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നോക്കാം ജോഗ്രഫി തേർഡ് ലെസൺ. ഫസ്റ്റ് 2 ലെസൺസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ലെസൺ ആയിരുന്നു ടെസ്റ്റ് പേപ്പർ നടത്തിയത്, നിങ്ങൾ എഴുതിയില്ല. ഇനി അതിൻ്റെ റീസൺ അറിഞ്ഞതിന് ശേഷം ഞാൻ ടെസ്റ്റ് പേപ്പർ നടത്തും. എല്ലാ ലെസണും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടായിരിക്കും ടെസ്റ്റ് പേപ്പർ നടത്തുന്നത്. ഓക്കെ, 1 by 1 ആയിട്ടിട്ടപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നമുക്ക് എല്ലാ ലെസൺസും കൂടെ ചേർത്തിട്ട് ഒറ്റ ടെസ്റ്റ് പേപ്പർ നടത്താം. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്യാൻ ടെസ്റ്റ് പേജ് നമ്പർ 12. അവർ ചേഞ്ചിങ് എർത്ത്. The lithosphere is broke into a number of plates known as the lithospheric plates. What is lithosphere? Last lesson we studied. What is lithosphere? It is a solid crust or the hard top layer of the earth. Okay. So we already know that this lithospheric plate is always moving. But we cannot feel. You will be surprised to know that these plates move around very slowly, just a few millimeters each year. This lithosphere plate or top layer of the earth is always moving. That means very slowly this plate is moving, but we cannot feel. നമുക്ക് അറിയത്തില്ല, നമുക്ക് ഫീൽ ആകത്തില്ല ഇത് മൂവ് ചെയ്യുന്നത്. This is because of the movement of the molten magma inside the earth. Why these lithospheric plates are moving? Because of the movement of the molten magma that already we studied. What is molten magma inside the earth? ഇങ്ങനെ ഈ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലാവ, ഈ മോൾട്ടൺ മാഗ്മ ഇൻസൈഡ് ദ എർത്തിൽ ഈ ഓൾക്കാനിക് ആക്ടിവിറ്റീസിൻ്റെയൊക്കെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ദിസ് ലിഥോസ്ഫിയറിക് പ്ലേറ്റ് ഈസ് ഓൾവേസ് മൂവിങ്. ഓക്കെ, the molten magma inside the earth moves in a circular manner as shown in the activity. സൈഡിലുണ്ട് ആക്ടിവിറ്റി ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, ദ മൂവ്മെൻറ്റ് ഓഫ് ദീസ് പ്ലേറ്റ്സ് കോസസ് ചേഞ്ചസ് ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത്. അപ്പോൾ ഈ ലിഥോസ്ഫിയറിക് പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? അത് സം ചേഞ്ചസ് ഒക്കേർഡ് ദ സർഫേസ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ സർഫേസിൽ എന്തുണ്ടാകുന്നു? സം ചേഞ്ചസ്. എന്താണ് ഈ ചേഞ്ചസ് നോക്കാം. ദ എർത്ത് മൂവ്മെൻറ്റ്സ് ആർ ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോഴ്സസ് വിച്ച് കോസസ് ദം. The forces which act in the interior of the earth are called as endogenic forces, and the forces that work on the surface of the earth are called as exogenic forces. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. What is the difference between endogenic and exogenic forces? What is endogenic forces? The forces that act in the interior. Interior means ഉള്ളിൽ, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള അകത്തേക്ക് ഉൾഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ചസിനെയാണ് എന്ത് പറയുന്നത്? എൻഡോജനിക് ഫോഴ്സസ്. ഓക്കെ, വാട്ട് ഈസ് എൻഡോജനിക് ഫോഴ്സസ്? ദ ഫോഴ്സസ് വിച്ച് ആക്ട് ഓൺ ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് ആർ കോൾഡ് എൻഡോജനിക് ഫോഴ്സസ്. ഇനി എക്സോജനിക്, ഈ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം. എൻഡോജനിക് മീൻസ് ഇൻറ്റീരിയർ, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഉൾഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് എന്ത് പറയുന്നത്? ഈ എൻഡോജനിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് എക്സോജനിക് ഫോഴ്സസ്? ദ ഫോഴ്സസ് വിച്ച് ആക്ട് ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത്. സർഫേസ് ഓഫ് ദ എർത്ത് മീൻസ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ഫോഴ്സസിനെയാണ് എന്ത് പറയുന്നത്? എക്സോജനിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. പഠിച്ചോ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻഡോജനിക് ആൻഡ് എക്സോജനിക് ഫോഴ്സസ്? എൻഡോജനിക് മീൻസ് ഇൻറ്റീരിയർ, മീൻസ് ഭൂമിയുടെ ഉൾഭാഗത്തുണ്ടാകുന്ന ചേഞ്ചസ്. അതിൻ്റെ ഫലമായിട്ടാണ് എർത്ത് ക്വാക്സ്, വോൾക്കാനോസ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ദെൻ എക്സോജനിക് മീൻസ് ഭൂമിയുടെ ഉപരിതലത്തിൽ, അതായത് സർഫേസ് ഓഫ് ദ എർത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ്. എൻഡോജനിക് ഫോഴ്സസ് സംടൈംസ് പ്രൊഡ്യൂസ് സഡൻ മൂവ്മെൻറ്റ്സ് ആൻഡ് അറ്റ് ദ അതർ ടൈംസ് പ്രൊഡ്യൂസ് സ്ലോ മൂവ്മെൻറ്റ്സ്. സഡൻ മൂവ്മെൻറ്റ്സ് ലൈക്ക് എർത്ത് ക്വാക്സ് ആൻഡ് വോൾക്കാനോസ് causes mass destruction over the surface of the earth. Okay,
ഈ എൻഡോജനിക് ഫോഴ്സസിൻ്റെ ഭൂമിയുടെ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാനോ അറിയാനോ പറ്റത്തില്ല ഇതിനുള്ള ഈ ചേഞ്ചസ്. ഈ ദീസ് എൻഡോജനിക് ഫോഴ്സസ് കോസസ് മാസ് ഡിസ്ട്രക്ഷൻ ബിക്കോസ് ഇറ്റ് കോസസ് സഡൻ മൂമെൻറ്റ്സ് ആൻഡ് ഓൾസോ കോസസ് earthquakes and volcanoes. Okay, these sudden moments like earthquakes and volcanoes cause mass destruction over the surface of the earth. അപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്ലേറ്റ് സഡൻ പ്ലേറ്റ്സ് ഭൂമിയുടെ ഉപരിതലത്തിൽ എന്ത് സംഭവിക്കുന്നു, അത് എർത്ത് ആയിട്ട് വരികയും അങ്ങനെ ഒത്തിരിയധികം ഡിസ്ട്രക്ഷൻ മാസ് ഡാമേജ് ഉണ്ടാവുകയും ചെയ്ത് നമുക്കറിയാം. ഒത്തിരിയധികം എർത്ത് ക്വാക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുകയും അതോടൊപ്പം തന്നെ വീടും എല്ലാം നിലം പൊത്തുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. ഓക്കെ, എ വോൾക്കാനോ ഈസ് എ വെന്റ് ഓപ്പണിംഗ് ഇൻ ദ എർത്ത് ക്രസ്റ്റ് ത്രൂ വിച്ച് മോൾട്ടൺ മെറ്റീരിയൽ എറപ്റ്റ് സഡൻലി. വോൾക്കാനോസ് നമുക്കറിയാം, ഈ ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും എന്ത് ചെയ്യും, ആൾക്കാരൊക്കെ മാറ്റി പാർപ്പിക്കും. കാരണം ഇത് എപ്പോഴാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഈ ചെറിയ ക്രാക്സ് ഉണ്ടായി ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എന്ത് ചെയ്യും, ഈ ക്രാക്സ് വഴി ഈ മോൾട്ടൺ മാഗ്മ പുറത്ത് വരികയും അങ്ങനെ മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഓക്കെ, ഇവിടെ പിക്ചറുണ്ട്, അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ രണ്ട് കാര്യം നമ്മൾ പഠിച്ചു. വാട്ട് ഈസ് എക്സോജനിക് ആൻഡ് എൻഡോജനിക് ഫോഴ്സസ്. എൻഡോജനിക് മീൻസ് ഭൂമിയുടെ അന്തർഭാഗത്ത് ഇൻറ്റീരിയർ ദയത്തിലുണ്ടാകുന്ന സഡൻ ചേഞ്ചസ്. ദെൻ എക്സോജനിക് മീൻസ് ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന ചേഞ്ചസിനെയാണ് എന്ത് പറയുന്നത്, എക്സോജനിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഈ എൻഡോജനിക് ഫോഴ്സസിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്, എർത്ത് ആൻഡ് വോൾക്കാനോസ്. ഓക്കെ, then similarly when the lithospheric plates move, the surface of the earth vibrates. Vibration means ഈ ലിതോസ്ഫിയറിക് പ്ലേറ്റ് മൂവ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, സർഫേസ് ഓഫ് ദ എർത്ത് വൈബ്രേറ്റ്സ്, വൈബ്രൻ്റ് ആകും. വൈബ്രേഷൻ മീൻസ് എന്താണ്, ഈ വിറയലുണ്ടാകും. The vibrations can travel all around the earth. These vibrations are called earthquakes. അങ്ങനെ ഈ ലിതോസ്ഫിയർ പ്ലേറ്റിൽ ഉണ്ടാകുന്ന ഈ സഡൻ ചേഞ്ചസ് എർത്ത് നയിക്കുന്നു. എങ്ങനെയാണ് ഇത്, ഈ നമുക്കതൊന്നും അറിയാൻ സാധിക്കത്തില്ല, എങ്കിലും ചില മൂമെൻറ്റിൻ്റെയൊക്കെ ഫലമായിട്ട് എർത്തിൻ്റെ ഉപരിതലത്തിലുള്ള ഈ പ്ലേറ്റ് മൂവ് ആകുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാകും. അതാണ് ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ ഈ ഭൂകമ്പമൊക്കെ ഭൂമികുലുക്കമൊക്കെ ഉണ്ടാകുമ്പോൾ പാത്രങ്ങളൊക്കെ നമ്മുടെ ഷെൽഫിലൊക്കെ വെച്ചേക്കുന്ന പാത്രങ്ങളൊക്കെ താഴെ വീഴും. അത് പിന്നീടാണ് അറിയുന്നത് എന്തായിരുന്നു എന്ന്, ഈ എർത്ത് ക്വാക്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്നുള്ള പിന്നീടാണ് അറിയുന്നത്. ഓക്കെ, ദ വൈബ്രേഷൻസ് ക്യാൻ ട്രാവൽ ഓൾ റൗണ്ട് ദ എർത്ത്. ദീസ് വൈബ്രേഷൻസ് ആർ കോൾഡ് എർത്ത് ക്വാക്സ്. ദ പ്ലേസ് ഇൻ ദ ക്രസ്റ്റ് വെയർ ദ മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ഈസ് കോൾഡ് ദ ഫോക്കസ്. എവിടെയാണോ ഈ വൈബ്രേഷൻ ഉണ്ടാകുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് എന്ത് പറയുന്നത്, ഫോക്കസ്. ദ പ്ലേസ് ഓൺ ദ സർഫേസ് എബോവ് ദ ഫോക്കസ് ഈസ് കോൾഡ് ദ എപ്പി സെൻറ്റർ. അപ്പോൾ എപ്പി സെൻറ്റർ നമ്മളിതൊക്കെ എപ്പി സെൻറ്റർ നിങ്ങൾക്ക് പത്രത്തിലൊക്കെ കേട്ടിട്ടുള്ള എർത്ത് ക്വാക്സ് ഉണ്ടാകുന്ന സമയത്ത് എപ്പി സെൻറ്ററിൽ എത്ര ഡിഗ്രി ആണ് ഉണ്ടാകുന്നതെന്നുള്ളത് ഈ എപ്പി സെൻറ്ററിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദ പ്ലേസ് ഓൺ ദ സർഫേസ് എബോവ് ദ ഫോക്കസ് ഈസ് കോൾഡ് ദ എപ്പി സെൻറ്റർ. സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലേസ് ആണ് ഈ എപ്പി സെൻറ്റർ എന്ന് പറയുന്നത്. എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാ, എർത്ത് ക്വാക്സ്. ഓക്കെ, വൈബ്രേഷൻസ് ട്രാവൽ ഔട്ട്വേർഡ്സ് ഫ്രം ദ എപ്പി സെൻറ്റർ ആസ് വേവ്സ് ആയിട്ടാണ് ഇത് ഈ എപ്പി സെൻറ്ററിൽ നിന്നും പുറത്തോട്ട് വരുന്നത്. ഗ്രേറ്റസ്റ്റ് ഡാമേജസ് ഈസ് യൂഷ്വലി ക്ലോസസ്റ്റ് ടു ദ എപ്പി സെൻറ്റർ. ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നത് ഈ എപ്പി സെൻറ്ററിൽ നിന്ന് അടുത്തുള്ള പ്ലേസസിനാണ് കൂടുതലായിട്ട് ഡാമേജ് ഉണ്ടാകുന്നത്. കാരണം അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷനും നടക്കുന്നത്. ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ എർത്ത് ഡിക്രീസസ് എവേ ഫ്രം ദ സെൻറ്റർ. ദൂരം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ തീവ്രത ഡിക്രീസ് ആകും. എപ്പി സെൻറ്ററിൻ്റെ അടുത്തുള്ള ആ പ്ലേസസിൽ ഗ്രേറ്റസ്റ്റ് ഡാമേജ് ഉണ്ടാകും, ഭയങ്കരമായിട്ടുള്ള നാശനഷ്ടങ്ങളുണ്ടാകും. പക്ഷേ അതിൻ്റെ തീവ്രത കുറയുന്നത് എപ്പോഴാണ്, ഈ വേവ് ഒത്തിരി അകലത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇത് ഡിക്രീസ് ആകും. ഓക്കെ, ഈ താഴെ പിക്ചറുണ്ട്, നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Although earthquakes cannot be predicted, the impact can certainly be minimized if we are prepared beforehand. We cannot predict it. നമുക്ക് predict ചെയ്യാൻ പറ്റത്തില്ല, പ്രവചിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. But the impact can certainly be minimized. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും if we prepare beforehand.
നമ്മുടെ മുന്നിലെത്തുന്നതിന് മുന്നേ വി ക്യാൻ മിനിമൈസ് this destruction. Some common earthquake predictions methods adopted locally by people include studying animals' behavior, fish in the ponds get agitated, snakes come to the surface. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രഡിക്ഷൻസ്, എർത്ത് പ്രഡിക്ഷൻ, അതായത് എങ്ങനെയാണ് സാധാരണ ആൾക്കാർ പറയുന്നതാണ്. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളത് അറിയത്തില്ല, എങ്കിലും ഒരു പരിധിവരെ ഇതൊക്കെ കണ്ടിട്ടാണ് എർത്ത് ക്വാക്സിൻ്റെ പ്രഡിക്ഷനൊക്കെ നടക്കുന്നത്. അനിമൽസ് എല്ലാം എന്ത് ചെയ്യും, മാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് പെട്ടെന്ന് ഓടി വരും. ഫിഷ് എല്ലാം പോണ്ടിൽ നിന്നെല്ലാം എന്ത് ചെയ്യും, കാരണം ഇതിൻ്റെ വൈബ്രേഷൻ നമുക്കറിയാം, നമുക്ക് അത് അറിയാൻ പറ്റത്തില്ല. ഭൂമിയിൽ കൂടെ എഴഞ്ഞു നടക്കുന്ന ജീവികൾക്കൊക്കെ, ഈ ജന്തുജാലങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കും ഈ എർത്തിലുണ്ടാകുന്ന വൈബ്രേഷൻ. ഈ വൈബ്രേഷൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, എന്തോ സംഭവിക്കുന്നുവെന്ന് പേടിച്ചിട്ട് ഈ അനിമൽസ് എല്ലാം എന്ത് ചെയ്യും, മാളത്തിൽ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് ഓടി വരും. ദെൻ ഫിഷ് എല്ലാം പോണ്ടിൽ നിന്നും അത് കരകളിലേക്ക് വരാൻ ശ്രമിക്കും. സ്നേക്സ് എല്ലാം മാളത്തിൽ നിന്നും പെട്ടെന്ന് അത് പുറത്തേക്ക് വരും കൂട്ടമായിട്ട്. ഇതെല്ലാം കാണുമ്പോൾ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാകും എന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ കണ്ടിട്ടാണ് പഴയ ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു പരിധിവരെ ഇതിൻ്റെയൊക്കെ ബിഹേവിയർ കണ്ടിട്ടൊക്കെയാണ് ഈ എർത്ത് ക്വാക്സിൻ്റെ പ്രഡിക്ഷനൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എർത്ത് ക്വാക്സ് പ്രിപ്പറേഷൻ ഒക്കെ നമുക്കുണ്ട്. സേഫ് സ്പോട്ടിൽ പോവുക, സ്റ്റേ അവേ ഫ്രം, ബി പ്രിപ്പയർഡ്. നമുക്ക് എന്തൊക്കെ ചെയ്യാം? സേഫ് സ്പോട്ട് എവിടെയൊക്കെയാണ്? അണ്ടർ എ കിച്ചൺ കൗണ്ടർ, ടേബിൾ ഓർ ഡെസ്ക്, against an inside corner or wall. Then stay away from fireplaces, areas around chimneys, windows and shutter including mirrors and picture frames. Be prepared, spread awareness among your friends and family members and face any disaster confidently. അപ്പോൾ എന്ത് ഡിസ്ട്രക്ഷൻ വന്നാലും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ധൈര്യത്തോടെ പ്രിപ്പയർ ചെയ്തിരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം. പിന്നെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും എർത്ത് ക്വാക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ തീവ്രത കുറയ്ക്കാൻ നമ്മുടെ ഉടൻ തന്നെ എന്ത് ചെയ്യും, ഫോൺ വഴിയൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ അറിയിക്കാം. ദെൻ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിയെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇതൊന്നും തോന്നത്തില്ല, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊന്നും പേടിച്ച് പോകും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ എന്തോ എർത്ത് ക്വാക്സും എൻഡോജനിക് എക്സോജനിക് ഫോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. ഓക്കെ, ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞുതരാം. അടുത്ത 3 കാര്യം കൂടെ ഉണ്ട്, അതുകൂടെ നമുക്കിപ്പോൾ നോക്കാം. മേജർ ലാൻഡ് ഫോംസ്, അതിൽ വർക്ക് ഓഫ് എ റിവർ, വർക്ക് ഓഫ് വേവ്സ്, വർക്ക് ഓഫ് ഐസ്, വർക്ക് ഓഫ് വിൻഡ്. ഈ 4 കാര്യം കൂടെ കഴിയുമ്പോൾ ഈ ലെസൺ നമുക്ക്. The landscape is being continuously worn away by 2 processes, weathering and erosion. Landscape always not the same. ഇത് 2 പ്രോസസ്സിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഏതൊക്കെയാണ് പ്രോസസ്സ്? വെതറിങ് ആൻഡ് ഇറോഷൻ. എന്താണെന്ന് നോക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെതറിങ് ആൻഡ് ഇറോഷൻ? വാട്ട് ഈസ് വെതറിങ്? Weathering is the breaking up of the rocks on the earth's surface. Erosion is the wearing away from the landscape by different agents like water, wind and ice. Weathering എന്ന് പറഞ്ഞാൽ എന്താണ്? Breaking up of the rocks on the earth's surface. ഓക്കെ, സ്മോൾ മെറ്റീരിയൽസ് എല്ലാം വിതർ ചെയ്യുന്നത്. ഇറോഷൻ മീൻസ് ഈ വിതർ ചെയ്ത മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? ഡിഫറെൻറ്റ് ഏജൻറ്റ്സ് ലൈക്ക് വാട്ടർ, വിൻഡ് ആൻഡ് ഐസ്. ഇതിൻ്റെ ഫലമായിട്ട് ദേ ഡിപ്പോസിറ്റഡ് ഇൻ വൺ പ്ലേസ് ടു അതർ പ്ലേസസ്. ഓക്കെ, ഇറോഷൻ. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെതറിങ് ആൻഡ് ഇറോഷൻ? വെതറിങ് ഈസ് ദ breaking up of the rocks on the earth's surface. Erosion is the wearing away of the landscape by different agents like water, ice and wind. Okay, the eroded material is carried. Eroded means ഈ വിതറിങ്ങിൻ്റെ ഇറോഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഈ മെറ്റീരിയൽസ്, അതായത് സ്മോൾ പീസസ് ഓഫ് റോക്സ്, സാൻഡ്, സിൽറ്റ്, ഇതൊക്കെയാണ് ഈ വിതറിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, eroded materials is carried away or transported by water, wind, etc. and eventually deposited. This process of erosion and deposition create different landforms on the surface of the earth. അപ്പോൾ ഈ വിതറിങ്ങിൻ്റെ ഇറോഷൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ നാട്ടിലും മറ്റു ലോകത്ത് തന്നെ എർത്തിൻ്റെ സർഫേസിൽ എന്ത് കാണുന്നത്? ഈ ലാൻഡ്സ്കേപ്പ് രൂപം പ്രാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫലമായിട്ടാണ് വെതറിങ് ആൻഡ് ഇറോഷൻ. വെതറിങ് മീൻസ് then breaking up of the rocks on the earth surface. Erosion means ഈ വെതർ ചെയ്ത മെറ്റീരിയൽസ്
വിൻഡ്, ഐസ് ആൻഡ് വാട്ടർ അല്ലെങ്കിൽ റെയിൻ, ഇതിൻ്റെ ഫലമായിട്ട് വൺ പ്ലേസ് ടു അതർ പ്ലേസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഇറോഷൻ എന്ന് പറയുന്നത്. ഇത് 1-2 വർഷം കൊണ്ടുള്ള പ്രോസസ്സല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുള്ള പ്രോസസ്സാണ് ഈ വെതറിങ്ങും ഇറോഷനും നടക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫലമായിട്ടാണ് എർത്തിൻ്റെ സർഫേസിൽ എന്തുണ്ടാകുന്നത്? എന്തൊക്കെ? മൗണ്ടൻസ്, പ്ലെയിൻസ്, പ്ലാറ്റ്യൂസ്, ദെൻ ഡെൽറ്റാസ്, എക്സെട്ര. ഇതെല്ലാം ഉണ്ടാകുന്ന ഈ വെതറിങ്ങിൻ്റെയും ഇറോഷൻ്റെയും ഫലമായിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം വർക്ക് ഓഫ് റിവർ. റിവർ എന്തൊക്കെയാണ് ഈ വർക്ക് ചെയ്യുന്നത് നോക്കാം. ദ റണ്ണിങ് വാട്ടർ ഇൻ ദ റിവർ ഇറോഡ് ദ ലാൻഡ്സ്കേപ്പ്. ഓക്കെ, റണ്ണിങ് വാട്ടറും അതിൻ്റെ ലാൻഡ്സ്കേപ്പിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തുന്നുണ്ട്. വെൻ ദ റിവർ tumbles at a steep angle or very hard rocks or down a steep valley side, it form a waterfalls. നമുക്കറിയാം വാട്ടർഫോൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് വാട്ടർഫോൾസ്? വലിയ പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വെള്ളം പതിക്കും. ഇതാണ് വാട്ടർഫാൾസ്. നമുക്കറിയാം ഹയസ്റ്റ് വാട്ടർഫോൾ ഏഞ്ചൽ ഫോൾസ് ഉണ്ട്. ദെൻ നിങ്ങൾ നയാഗ്ര ഫോൾസ് ഇടയ്ക്ക് പത്രങ്ങളിലും വാട്സാപ്പിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. തണുത്തുറഞ്ഞ് ഈ ഡിസംബർ മാസത്തൊക്കെ വന്ന കാഴ്ചയായിരുന്നു. തണുത്തുറഞ്ഞിരിക്കുന്ന ഈ വാട്ടർഫാൾസ്, അതിൻ്റെ ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടതാണ്, നയാഗ്ര വാട്ടർഫാൾസ്. അപ്പോൾ ഇതൊക്കെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള വാട്ടർഫാൾസ് ആണ്. അതേപോലെ തന്നെ സ്മോൾ വാട്ടർഫാൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് വാട്ടർഫാൾസ് ഉണ്ടാകുന്നത്? വെൻ ദ റിവർ tumbles at a steep angle over very hard rocks or down a steep valley side, it forms a waterfall. Then as the river enters the plain, it twists and turns, forming large bends known as mendes. ഈ മെൻഡസ് ഇപ്പുറത്തെ പിക്ചറുണ്ട്, പേജ് നമ്പർ 15 ലാസ്റ്റിലൊരു പിക്ചറുണ്ട്. മെൻഡസ് എങ്ങനെയാണ് രൂപീകരിക്കുന്നത്? ആസ് ദ റിവേഴ്സ് എൻറ്റർ ദ പ്ലെയിൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമതല പ്രദേശങ്ങളിൽ റിവേഴ്സ് എൻറ്റർ ചെയ്യുമ്പോൾ ഇറ്റ് ട്വിസ്റ്റ് ആവുകയും ആൻഡ് ടേൺസ് ഫോമിങ് ലാർജ് ബെൻഡ്സ് നോൺ ആസ് മെൻഡസ്. ലാർജ് ബെൻഡ് പോലെ ആയിട്ട് ഇത് വളഞ്ഞ് പുളഞ്ഞ് പോവുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു മെൻഡേസ് രൂപീകരിക്കുകയും ചെയ്യുന്നു. ഡ്യൂ ടു കണ്ടിന്യൂസ് ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ അലോങ് ദ സൈഡ്സ് ഓഫ് ദ മെൻഡർ, the ends of the mental lobe comes closer and closer. In due course of time, the mental lobe cuts off from the river and form a cut-off lake, also called as an oxbow lake. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഇത് ഈ വാട്ടർ വന്ന് ഇവിടെ പതിച്ച് എപ്പോഴും ഇങ്ങനെ പതിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു ഓക്സ്ബോ ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിൻ്റെ കൊമ്പ് പോലുള്ള ഒരു ലേക്ക് അവിടെ ഫോം ആകുന്നു. അതാണ് ഓക്സ്ബോ ലേക്ക്. ഓക്കെ, ഇത് 1-2 വർഷം ഒത്തിരി വർഷങ്ങൾ എടുത്തിട്ടൊക്കെയുള്ള പ്രോസസ്സാണ് ഇതെല്ലാം. ദെൻ അറ്റ് ടൈംസ് ദ റിവർ ഓവർഫ്ലോസ് ഇറ്റ്സ് ബാങ്ക്. അപ്പോൾ ഈ ഓക്സ്ബോ ലേക്ക് ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? റിവേഴ്സ് എല്ലാം ഓവർഫ്ലോ ആകുന്നതും ഫ്ലഡൊക്കെ ഉണ്ടാകും. ഫ്ലഡ് എന്താണ്? വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഫലമായിട്ടാണ്. This leads to the flooding of the neighboring areas. Okay, അപ്പോൾ മെൻഡസ് എന്താണെന്ന് നോക്കി. എന്താണ് മെൻഡസ്? The river enters into plain areas. It twists and turns, forming large bends called mendes. ഈ മെൻഡസ് ഇരുന്നിട്ടാണ് എന്താകുന്നത്? പിന്നെയും വെള്ളം ഫോഴ്സിൽ വന്ന് ഇവിടെ പതിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഭാഗം വിട്ട് എന്തായിത്തീരും? ഒരു ഓക്സ്ബോ ലേക്ക് പോലെ ആവുകയും ചെയ്യും. ഇതിനെയാണ് ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. ഇത് at time the river overflows its banks. This leads to the flooding of the neighboring areas. As it floods, it deposits layers of fine soil and other material called as sediments along its banks. This leads to the formation of a flat fertile flood plain. ഇതെന്തിലേക്ക് നയിക്കും? ഫ്ലഡ് പ്ലെയിൻസ്. ഫ്ലഡിൻ്റെ ഫലമായിട്ട് ഫ്ലഡ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഈ ഇതിനോടൊപ്പം ഈ വെള്ളത്തോടൊപ്പം കേരിയാകുന്ന സാൻഡ്, സിൽറ്റ്, സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് ഗ്രാവൽ, ഇതെല്ലാം എന്ത് ചെയ്യും? ഒരു പ്ലെയിൻ ഏരിയാസിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് പ്ലെയിൻ ഏരിയാസ് ഫോം ആകുന്നത്, സമതല പ്രദേശങ്ങളൊക്കെ ഫോം ആകുന്നത്. ദ റൈസ്ഡ് ബാങ്ക്സ് ആർ കോൾഡ് ലെവീസ്. ഇതിൽ തന്നെ ഈ ഫ്ലഡ് പ്ലെയിൻസിൽ തന്നെ റൈസ്ഡ് ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെ ലെവീസ് എന്ന് പറയുന്നു. ആസ് ദ റിവർ അപ്രോച്ച് ദ സീ, ദ സ്പീഡ് ഓഫ് ദ ഫ്ലോയിങ് വാട്ടർ ഡിക്രീസസ് ആൻഡ് ദ റിവർ ബിഗിൻസ് ടു ബ്രേക്ക് അപ്പ് ഇൻ ടു എ നമ്പർ ഓഫ് streams called distributaries.
അപ്പോൾ ഈ നദികളെല്ലാം ചെന്ന് പതിക്കുന്നത് എവിടെയാണ്? സമുദ്രത്തിലാണ് അല്ലേ, സീയിലാണ് ചെന്ന് പതിക്കുന്നതിന് മുന്നേ തന്നെ ഇതെന്തായിത്തീരും, ഇതിൻ്റെ ഫ്ലോ കുറഞ്ഞു വരും. ഫ്ലോ കുറഞ്ഞു വരുമ്പോൾ ഇത് സ്മോൾ ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്മോൾ റിവേഴ്സ് ജോയിൻ ഇൻ ടു എ ലാർജ് റിവർ ആർ കോൾഡ് ട്രിബ്യൂട്ടറീസ്. ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഈ ബിഗ് റിവേഴ്സിൽ നിന്നും ചെറിയ ചെറിയ കൈവഴികളായിട്ട് ഒഴുകുന്ന ഇതിൻ്റെ നദികൾ, അതായത് അരുവികൾ, അതാണ് ഡിസ്ട്രിബ്യൂട്ടറീസ്. വലിയ നദിയിൽ നിന്നും വേറെ പിരിഞ്ഞു പോകുന്ന ചെറിയ റിവേഴ്സിനെയാണ് ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഇതെപ്പോഴാണ് ഈ ഡിസ്ട്രിബ്യൂട്ടറീസ് ഉണ്ടാകുന്നത്? സമുദ്രത്തിൽ ചെന്ന് പതിക്കുന്നതിന് മുന്നേ ഇതെന്തായിത്തീരും? ഡിസ്ട്രിബ്യൂട്ടറി ആയിത്തീരും. എന്തുകൊണ്ടാണ് ഇതിന് മുന്നേ ഉണ്ടാകുന്നത്? കാരണം ഇതിൻ്റെ ഒഴുക്ക് കുറയുമ്പോൾ ഇത് പല ദിശകളിലേക്ക് ഒഴുകിപ്പോകും. ഓക്കെ, അങ്ങനെയാണ് ഈ ഡിസ്ട്രിബ്യൂട്ടറീസ് ഉണ്ടാകുന്നത്. ദ റിവർ ബിക്കംസ് സോ സ്ലോ ദാറ്റ് ഇറ്റ് ബിഗിൻസ് ടു ഡെപ്പോസിറ്റ് ഇറ്റ്സ് ലോഡ്. ഈച്ച് ഡിസ്ട്രിബ്യൂട്ടറി ഫോംസ് ഇറ്റ്സ് ഓൺ മൗത്ത്. ദ കളക്ഷൻ ഓഫ് സെഡിമെൻറ്റ്സ് ഫോം ഓൾ ദ മൗത്ത്സ് ഫോം എ ഡെൽറ്റ. ഇതിൻ്റെ ഫലമായിട്ടാണ് ഈ സെഡിമെൻറ്റ്സ് എല്ലാം കേരിയായി ഒരു പ്ലേസിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ഡെൽറ്റായിക് റീജിയൻസ് ഉണ്ടാകുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഡെൽറ്റ ഉള്ളത് സുന്ദർബൻസ് ഡെൽറ്റ ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം ടീച്ചർ പഠിപ്പിച്ചത് സുന്ദർബൻസ് ഡെൽറ്റ. ഓക്കെ, ഇത്രയാണ് റിവറിൻ്റെ വർക്ക്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന എന്തൊക്കെയാണ്? 3 കാര്യം: മെൻഡേഴ്സ്, ഓക്സ്ബോ ലേക്സ്, ഡെൽറ്റ. ഓക്കെ, അടുത്ത് വരുന്ന വർക്ക് ഓഫ് സീ വേവ്സ്. സീ വേവ്സിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സീയിലുണ്ടാകുന്നത് നോക്കാം. ദ ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ ഓഫ് ദ സീ വേവ്സ് ഗീവ്സ് റൈസ് ടു കോസ്റ്റൽ ലാൻഡ് ഫോംസ്. എങ്ങനെയാണ് ഈ കോസ്റ്റൽ ലാൻഡ് ഫോംസ് എല്ലാം ഫോം ആകുന്നത്? ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ ഓഫ് സീ വേവ്സ്. സീ വേവ്സിൻ്റെ ഫലമായിട്ട് സമുദ്രത്തിൽ നിന്നും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് കോസ്റ്റൽ ലാൻഡ് ഫോംസ് എല്ലാം ഫോം ആകുന്നത്. ഓക്കെ, സീ വേവ്സ് കണ്ടിന്യൂസ്ലി സ്ട്രൈക്ക് അറ്റ് ദ റോക്സ്. അപ്പോൾ നമുക്കറിയാം സീക്കകത്ത് തന്നെ ഒത്തിരിയധികം വലിയ വലിയ റോക്സും ചെറിയ റോക്സും ഒക്കെ ഒത്തിരി ഉണ്ടായിരിക്കും, പാറകളൊക്കെ ഒത്തിരി ഉണ്ടായിരിക്കും. ക്രാക്സ് ഡെവലപ്പ്. അങ്ങനെ ഈ സീ കേവ്സ് കണ്ടിന്യൂസ് ആയിട്ട് 24 hours എന്ത് ചെയ്യും? സീ കേവ്സ് സീയിൽ അങ്ങനെ വന്ന് പതിഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഫലമായിട്ട് ഈ റോക്സിൽ വന്ന് പതിക്കുന്നതിൻ്റെ ഫലമായിട്ട് ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടാകും. കണ്ടിന്യൂസ് ആയിട്ട് ഈ സീ വേവ്സ് ഈ സ്മോൾ റോക്സ്, ബിഗ് റോക്സിലൊക്കെ പതിക്കുമ്പോൾ എന്തുണ്ടാകും? സ്മോൾ ക്രാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ വിള്ളലുകൾ ഉണ്ടാകുന്നു. ഓവർ ടൈം ദേ ബിക്കം ലാർജർ ആൻഡ് വൈഡർ. അങ്ങനെ കുറേ വർഷം, ഒരു 1000-150,000 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നതിൽ ഇതിൽ ഹോള് പോലെ വലിയൊരു ലാർജ് ആകുന്നു, അതോടൊപ്പം തന്നെ വൈഡർ ആക്കി തീരുകയും ചെയ്യും. ദിസ് ഹോളോ ലൈക്ക് കേവ്സ് ആർ ഫോംഡ് ഓൺ ദ റോക്സ്. ഹോൾ ലൈക്ക് ആയിട്ട് ഫോം ആകുന്നു. ദേ ആർ കോൾഡ് സീ കേവ്സ്. ഇവിടെ ഉണ്ട് സീ കേവ്സ് ഉണ്ടാകുന്നതിൻ്റെ പിക്ചർ സൈഡിലുണ്ട്, നോക്കുക. ബിഗ് റോക്സിലാണ് സീ കേവ്സ് ഉണ്ടായത്. ഇനി അടുത്തെന്താ ഉണ്ടാകുന്നു? ആസ് ദീസ് കാവിറ്റീസ് ബിക്കം ബിഗർ ആൻഡ് ബിഗർ ഓൺലി ദ റൂഫ് ഓഫ് ദ കേവ്സ് റിമൈൻസ് ദസ് ഫോമിങ് സീ ആർച്ചസ്. സീ ആർച്ച് കണ്ടോ? എന്ത് ചെയ്യും? പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് സീ വേവ്സ് ഈ റോക്സിൽ പതിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ആർച്ച് കണക്കെ, ആർച്ച് നമുക്കറിയാം റൗണ്ട് ഷേപ്പ് അല്ല, ആർച്ച് ഷേപ്പ് അറിയാമല്ലോ. ഓക്കെ, ആർച്ച് ഷേപ്പിനായിട്ടുള്ള ഈ ഒരു സീ ആർച്ചസ് ആയിട്ട് ഈ കേവ്സ് എല്ലാം രൂപാന്തരപ്പെടുന്നു. ഫർദർ ഇറോഷൻ ബ്രേക്സ് ദ റൂഫ് ആൻഡ് ഓൺലി വാൾസ് ആർ ലെഫ്റ്റ്. പിന്നെയും കുറേ കാലങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? പിന്നെയും പതിച്ച് അവസാനം ഈ എന്തായിത്തീരും? റൂഫ് മാത്രമായിട്ട് തീരും. ദീസ് വാൾ ലൈക്ക് ഫീച്ചേഴ്സ് ആർ കോൾഡ് സ്റ്റാക്സ്. കണ്ടോ, ഇപ്പുറത്തുണ്ട് പിക്ചർ. ഒറ്റ തൂണായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആദ്യം എങ്ങനെയാണ്? സീ കേവ്സ് ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് സീ ആർച്ചസ് ഉണ്ടായി, അത് കഴിഞ്ഞിട്ടാണ് എന്താവുന്നത്? സ്റ്റോക്സ് ആണ്. സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ തൂണ് കണക്കെങ്കിൽ ബാക്കിയെല്ലാം എന്തായി തീരും? ഇത് ഈ കണ്ടിന്യൂസ് സീ വേവ്സ് ഇങ്ങനെ പതിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇതെല്ലാം ഇളവി മാറുന്നതാണ്. ദി സ്റ്റീപ്പ് റോക്കി കോസ് റൈസിങ് ഓൾമോസ്റ്റ് വെർട്ടിക്കലി അബോവ് സീ വാട്ടർ ആർ കോൾഡ് സീ ക്ലിഫ്. സീ ക്ലിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ
ദ സ്റ്റീപ്പ് റോക്കി കോസ് റൈസിങ് ഓൾമോസ്റ്റ് വെർട്ടിക്കൽ ആയിട്ട് കാണുന്ന സീ വാട്ടറിൽ വെർട്ടിക്കൽ ടൈപ്പിൽ കാണുന്ന റോക്കിനെയാണ് എന്ത് പറയുന്നത്, സീ ക്ലിഫ് എന്ന് പറയുന്നത്. ദി സീ വേവ്സ് ഡെപ്പോസിറ്റ് സെഡിമെന്റ്സ് അലോങ് ദ ഷോർസ് ഫോമിങ് ബീച്ചസ്. നമുക്കറിയാം ബീച്ചസ് ഒക്കെ ഫോം ആകുന്നത് ഇങ്ങനെയാണെന്ന്. സീ വേവ്സ് ഡെപ്പോസിറ്റ് സെഡിമെന്റ്സ് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ബീച്ചസ് ഫോം ആകുന്നത്. ദെൻ വർക്ക് ഓഫ് ഐസ്. ഗ്ലേസിയേഴ്സ് ആർ റിവർ ഓഫ് ഐസ് വിച്ച് ടു ഇറോഡ് ദ ലാൻഡ്സ്കേപ്പ് ബൈ bulldozing soil and stones to expose the solid rock below. Okay, ice glaciers. What is ice? Glaciers. The moving mass of ice are called glaciers. അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. Glaciers carve out deep hole. As the ice melts, they get filled up with water and become beautiful lakes in the mountains. അപ്പോൾ നമുക്ക് ഈ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഈ ഗ്ലേസിയേഴ്സ് എല്ലാം എന്ത് ചെയ്യും, അവിടുത്തെ ഐസ് എല്ലാം മെൽറ്റായി മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്സ് പോലെ ഒഴുകി വരുന്ന ഒരു കാഴ്ച. ഈ മൗണ്ടൻസിൻ്റെ ഇടയിൽ നിന്നും ബിഗ് റിവേഴ്സ് എല്ലാം ഒഴുകി വരുന്ന ഒരു കാഴ്ച നമുക്ക് അറിയാൻ സാധിക്കും. ഫിലിമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ദ മെറ്റീരിയൽ കാരിഡ് ബൈ ദ ഗ്ലേസിയർ സച്ച് എസ് റോക്ക്, ബിഗ് ആൻഡ് സ്മോൾ, സാൻഡ് ആൻഡ് സിൽട്ട് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ്. ദീസ് ഡെപ്പോസിറ്റ്സ് ഫോം ഗ്ലേസിയൽ മൊറൈൻസ്. അപ്പോൾ ഈ ഗ്ലേസിയേഴ്സ് സണ്ണിൻ്റെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ മെൽറ്റായി ഇതിനോടൊപ്പം കേരിയാകുന്ന സെഡിമെൻറ്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഗ്ലേസിയൽ മൊറൈൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, പിക്ചർ കാണുമ്പോൾ അറിയാം. അടുത്ത ലാസ്റ്റ് വരുന്നത് എന്താണ്, വർക്ക് ഓഫ് വിൻഡ്. ഡെസേർട്ട് ഏരിയാസിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. Have you ever visited a desert? Try to collect some pictures and sand dunes. An active agent of erosion and deposition in the deserts is wind. വിൻഡിൻ്റെ ഫലമായിട്ടാണ് ഡെസേർട്ട് ഏരിയാസിൽ എന്തുണ്ടാകുന്നത്, ഇറോഷനും ഡെപ്പോസിഷനും ഉണ്ടാകുന്നത്. വിൻഡ്, അവിടുത്തെ കാറ്റ്. നമുക്കറിയാം മരുഭൂമിയിലൊക്കെ ഉള്ള കാറ്റൊക്കെ നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇൻ ഡെസേർട്സ് യു ക്യാൻ സീ റോക്സ് ഇൻ ദ ഷേപ്പ് ഓഫ് മഷ്റൂം, കോമൺലി കോൾഡ് മഷ്റൂം റോക്സ്. മഷ്റൂം കണക്കിന്, കൂൺ പോലുള്ള കണക്കിലുള്ള ആ ടൈപ്പിലുള്ള ഈ എന്തുവാ സോയിൽ സാൻഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, മഷ്റൂം റോക്സ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഈ മഷ്റൂം കണക്കെ എന്ത് ചെയ്യും, വിൻഡിൻ്റെ ഫലമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഇതിനെയാണ് എന്ത് പറയുന്നത്, മഷ്റൂം റോക്സ് എന്ന് പറയുന്നത്. മീൻസ് ഇറോഡ് ദ ലോവർ സെക്ഷൻ ഓഫ് ദ റോക്ക് മോർ ദാൻ ദ അപ്പർ പാർട്ട്. Therefore, such rocks have narrower base and wider top. When the wind blows, it lifts and transports sand from one place to another. അപ്പോൾ ലോവർ സെക്ഷനേക്കാൾ കൂടുതലായിട്ട് അപ്പർ സെക്ഷനിലാണ് ഈ ഒരു എന്തുവാ ഈ മഷ്റൂം റോക്ക് ഈ ഷേപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെൻ ദ വിൻഡ് ബ്ലോസ്, അവിടെ ഈ വിൻഡ് ബ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സാൻഡ് പിന്നെ എന്ത് ചെയ്യും, ക്യാരി ആക്കി വേറൊരു പ്ലേസിൽ കൊണ്ട് ട്രാൻസ്പോർട്ട് ആൻഡ് carry in one place to another. When it stops blowing, the sand falls and gets deposited in low hills like structure. ചെറിയ ഹില്ല് കണക്ക് എന്ത് ചെയ്യും, ഇത് ചെറിയ എന്തുവാ ഹില്ല് കണക്കെ ഈ സാൻഡ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. എന്തിൻ്റെ ഫലമായിട്ടാണ്, വിൻഡിൻ്റെ ഫലമായിട്ട്. ദീസ് ആർ കോൾഡ് സാൻഡ് ഡ്യൂൺസ്. When the grains of sand is very fine and light, the wind can carry it over very long distance. നമുക്കറിയാം ഇത് സാൻഡ് വളരെ വെയിറ്റ് കുറവും ഫൈനും ആയത് കാരണം, വെരി ലൈറ്റ് ആയത് കാരണം നല്ല കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ആകും. അതോടൊപ്പം തന്നെ ഇറ്റ് ക്യാരി ലോങ് ഡിസ്റ്റൻസസ്. When such sand is deposited in large areas, it is called losses. Large deposits of loss is found in China. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടെ നമുക്ക് ഒന്ന് നോക്കാം. Then two important questions: exogenic and endogenic. What is endogenic? Endogenic means the forces which act in the interior of the earth. എർത്തിൻ്റെ ഉൾഭാഗങ്ങളിൽ. Then it is called endogenic. Then exogenic forces, upper part, അതായത് സർഫേസ് ഓഫ് ദ എർത്തിലുണ്ടാകുന്ന ചേഞ്ചസ്. ദെൻ എൻഡോജനിക് ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്, എർത്ത് ക്വാക്സ്, വോൾക്കാനോസ് ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, എർത്ത് ക്വാക്സ് ഉണ്ടാകുന്ന സ്റ്റാർട്ടിംഗ് പ്ലേസിന് എന്താ പറയുന്നത്, എപ്പി സെൻറ്റർ.
അടുത്ത വരുന്നത് weathering and erosion. What is weathering? Weathering is the breaking up of rocks on the earth's surface. What is erosion? Is the wearing away the landscape by different agents like water, wind and ice. Then അടുത്ത് വരുന്നത് വർക്ക് ഓഫ് റിവർ. ഇതിൽ വരുന്ന ഒന്ന് രണ്ട് കാര്യം ഏതൊക്കെയാണ്? മൻഡേഴ്സ്, ഓക്സ്ബോ ലേക്സ്, ഇത്രയും. അടുത്ത ഡെൽറ്റ. അടുത്ത് വരുന്നത് വർക്ക് ഓഫ് സീ. അതിൽ വരുന്ന സീ കേവ്സ്, ദെൻ ആർച്ചസ്, സ്റ്റാർസ്, സീ ക്ലിഫ്, ഇതെല്ലാം. ദെൻ വർക്ക് ഓഫ് ഐസ്, ഗ്ലേസിയേഴ്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത്. ദെൻ വർക്ക് ഓഫ് വിൻഡ്, ഡെസേർട്ട് ഏരിയാസിലെ വിൻഡിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ ഡെപ്പോസിഷൻ ആൻഡ് ഇറോഷൻ, മഷ്റൂം, റോക്സ്, ഇതൊക്കെ. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. എന്താണ് നിങ്ങൾ എക്സാം എഴുതാൻ ടെസ്റ്റ് പേപ്പർ എഴുതാത്തതിനുള്ള കാരണം എന്നെ അറിയിക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ 7 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ടിക്ക് ദ കറക്റ്റ് ആൻസറും ദെൻ മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ ടെസ്റ്റിൽ ചെയ്താൽ മതി. ബാക്കി ഗീവ് റീസണും ആൻസർ ദ ഫോളോയിങ് ടീച്ചർ തരാം, എല്ലാം അയച്ചു തരാം. അത് നിങ്ങൾ അതിൽ നോട്ട്ബുക്കിൽ എഴുതി എപ്പോഴാണ് സ്കൂൾ തുറക്കുന്നത് അപ്പോൾ കൊണ്ടുവരണം. ഓക്കെ, എന്ത് ഡൗട്ടുകളും വിളിക്കാം. നിങ്ങൾക്ക് നമ്പറുണ്ട്, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, താങ്ക് യു.